വിജയ് ഫാൻ അല്ല എന്ന് പറഞ്ഞു, പിന്നെ ആണെന്ന് പറഞ്ഞു. ഇപ്പം വിജയ് ഫാനാണോ? ഒരു പൂ ഇട്ട് കഴിഞ്ഞാൽ ഓടുവോ? പൂട്ട് ഞാൻ ഓടില്ല, പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓടിയത്. ജീവനിൽ ശരിക്കും ഒരു ബോംബായിരുന്നെങ്കിൽ. അതെ, ആൾക്കാർ എന്നെ പരിഹസിച്ച് ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു ലോജിക്കില്ല. കാരണം പബ്ലിക്കിൽ നിന്ന് ആൾക്കാർ എങ്ങനെ പണ്ട് മോഹൻലാൽ ഒരാളെ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ തള്ളിയിടുന്നുണ്ട്. അതിനെ വെച്ചിട്ട് ആൾക്കാർ ഇയാളിങ്ങനെയാണോ ആൾക്കാരോട് പറഞ്ഞത്. അപ്പം മോഹൻലാൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അയാൾ എന്തിനാണ് കയറി വന്നതെന്ന് അറിയില്ല, ഉപദ്രവിക്കാനാണെങ്കിലോ. അപ്പൊ നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. പിന്നെ പലരും എന്ത് ചെയ്യണം. ഞാൻ കൊല്ലത്തൊരു പരിപാടിക്ക് ഈ കൊല്ലം സൈഡിലോട്ട് പോകുമ്പോൾ എല്ലാവരും പറയും ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട് അവിടെ എന്തായാലും പരിപാടി എടുക്കരുതെന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ പോയപ്പോ എന്നോട് ഒരു പുള്ളി മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് വന്നു. എന്നിട്ട് മണിച്ചിത്രത്താഴുള്ള പാട്ട് പാടണം, പഴന്തമിഴ് പാട്ടോ. ഞാൻ വരുമ്പോഴേ ഇവര് ഓർക്കസ്ട്രക്കാരെ തന്നെ കാണണം. ഞാൻ പറഞ്ഞു ചേട്ടാ അറിയില്ല, അവിടെ ഒന്ന് ചോദിച്ചു നോക്കൂ, അവരുണ്ടെങ്കിൽ ഞാൻ പാടാം. പിന്നെ പരിപാടിയുടെ പകുതി കഴിഞ്ഞു, മറ്റേ അവര് അടിച്ചുപൊളിയൊക്കെ തുടങ്ങി, അവിടുത്തെ സിംഗേഴ്സ് ഒക്കെ കയറി. പിന്നെ ഞാൻ പഴന്തമിഴ് പാടി കഴിഞ്ഞാൽ എനിക്കാണ് അതിന്റെ ഒരു കോട്ടം തെറ്റ. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം ചേട്ടാ. ഞാൻ ഓർത്ത് പുള്ളി ഒഴിവായി. പുള്ളി പോയിട്ട് 2 പാട്ട് കഴിയുമ്പോൾ വരും. പഴന്തമിഴ് എവിടെ പഴം എവിടെ പാടാം എന്ന് പറയും. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇരിക്കുമ്പോ ഒരു കല്ല് വന്നു വീണു ഇവിടെ. പുള്ളി അവിടെ നിന്ന് എടുത്ത് എറിഞ്ഞ ഞാൻ നോക്കാൻ വേണ്ടി. അതായത് ഞാൻ അകലെ ഇരിക്കുന്ന പുള്ളി ജെനുവിൻലി ഞാൻ നോക്കാൻ വേണ്ടി എറിയുന്നത്, പക്ഷെ കല്ലെടുത്ത് എറിയാണ്. അപ്പൊ ഇങ്ങനെ എന്താ ആളുകൾ പലപ്പോഴും ഈ റിയാക്ഷൻസ് എവിടെ ലിമിറ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. നമ്മള് ഇപ്പം ഒരുപാട് പബ്ലിക്കുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പം ശ്രീരാഗിന് ഇപ്പം ഒരുപാട് ഫാൻസ് ആയില്ലേ, വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും തിരിച്ചറിയും.